AB360 സ്റ്റുഡിയോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് റെവിറ്റ് ആർക്കിടെക്ചറിൽ ഫ്ലോർ വരയ്ക്കാമെന്നാണ്. ഫ്ലോറ് പിന്നെ കോളംസ് എങ്ങനെ നമുക്ക് പ്ലേസ് ചെയ്യാം എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒരു വാൾ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് ഒരു ഫ്ലോർ വരയ്ക്കാൻ വേണ്ടി മാത്രം ഒരു വാൾ വരച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ലെവൽ 1 പോയി. അതാണ് നമ്മൾ ഫസ്റ്റ് ലെവൽ. എന്നിട്ട് ആദ്യം ആർക്കിടെക്ചർ ടാബിൽ പോവുക. എന്നിട്ട് ഇവിടെ ഫ്ലോർ എന്ന ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ആർക്കിടെക്ചർ 4 എടുക്കുക. എന്നിട്ട് പിക്ക് ലൈൻ എടുക്കുക. ഇപ്പോൾ മീറ്ററിലാണുള്ളത്, അത് നമുക്കൊന്ന് മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. UN അടിക്കുക. അവിടെ ലെങ്ത് പോയിട്ട് മില്ലിമീറ്റർ ഓക്കെ അടിക്കുക. എന്നിട്ട് ഫ്ലോർ ആർക്കിടെക്ചർ പിക്ക് ലൈന് ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ യൂണിറ്റ് കൊടുത്താലും മതി. ലൈക്ക് 200 അടിക്കുക, mm അടിക്കുക. അടിച്ചാൽ അത് യൂണിറ്റ് mmലാണ് വരിക. പിക്ക് ചെയ്ത് കൊടുക്കുക ഔട്ട് സൈഡിലേക്ക്. ഇതിൻ്റെ ലെവൽ നമ്മൾ മുകളിലത്തെ ലെവൽ വെച്ച് കൊടുക്കും. മുകളിൽ നമ്മൾ റൂഫ് അല്ല ഫ്ലോർ വരച്ച് ടിക്ക് കൊടുക്കുക. 3D അതിൻ്റെ ലെവലിന് എന്തോ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ വാൾ വരച്ചത് അൺകണക്റ്റഡ് ആക്കിയില്ല. ഇവിടെ കാണാം. എല്ലാ വാളും സെലക്ട് അടിക്കുക. അത് SA അടിച്ചാൽ മതി. എന്നിട്ട് ഇവിടെ ലെവൽ 2 വരെ ആക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആയിരിക്കും. ഈ ലൈൻ നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ ഫ്ലോറിൻ്റെ തിക്നെസ് ഇപ്പോൾ 304 mm ഉണ്ട്. നമ്മൾ വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ഫ്ലോർ 100 mm എഡിറ്റായി പോവുക. തിക്നെസ് 100 mm എൻ്റർ. ഇവിടെ നമുക്ക് മെറ്റീരിയൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ അടിക്കുക. ഇതിൻ്റെ തിക്നെസ് കുറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വാളിൻ്റെ ഈ ലൈൻ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ എല്ലാ വാളും സെലക്ട് ആക്കുക. എന്നിട്ട് ഇവിടെ ടോപ്പ് ഓഫ്സെറ്റ് -100 കൊടുക്കുക. അതായത് ഫ്ലോറിൻ്റെ തിക്നെസ് 100 ആണ്. അപ്പോൾ അത് കറക്റ്റ് അതിൻ്റെ ബേസ് പോയി തട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇങ്ങനെയാണ് ഫ്ലോർ വരക്കേണ്ടത്. ഇനി നമുക്ക് കോളം വരച്ച് നോക്കാം. അതിനെ ലെവൽ 1 എടുക്കുക. ഇവിടെ കോളം കാണാം. ആർക്കിടെക്ചർ ലെവല് കോളം ആർക്കിടെക്ചർ എടുത്തു. എന്നിട്ട് ഇവിടെ ഒരെണ്ണം വെക്കാം. അതിനു മുമ്പ് ആർക്കിടെക്ചർ കോളം എടുക്കുക. ഇവിടെ ഹൈറ്റ് സെറ്റ് ആക്കണം. അപ് ടു ലെവൽ 2. നമ്മൾ ലെവൽ 1 നിന്നാണ് വരയ്ക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ച് പോകുന്നുണ്ട്. ലെവൽ 1 തൊട്ട് ലെവൽ 2 വരെ കോളം വരച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫ്ലോർ ഒന്ന് സെലക്ട് ആക്കുക. ഗ്രിഡ് ബൗണ്ടറി അടിക്കുക. ഇതിന് കുറച്ച് എക്സ്റ്റെൻഡ് ഇത്ര ആക്കി കൊടുക്കുക. ഫിനിഷ് കൊടുക്കുക. ഡോണ്ട് അറ്റാച്ച്. ഇതാ നമ്മൾ ഫോം വരച്ചിട്ടുണ്ട്. ഇത്രയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. അടുത്ത വീഡിയോയിൽ കാണാം.